ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മളെ മൈസൂർ വ്ളോഗിൻ്റെ സീരീസിൽ അടുത്ത വെച്ചാൽ നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നമ്മൾ ഈ സ്ഥലം കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ടിപ്പു സുൽത്താനുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഞാനും ഉമ്മയും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഫറൂഫ് ഇതുപോലെ മുമ്പിൽ ഓടീന്. അപ്പോൾ നമുക്ക് കുറച്ചങ്ങ് എത്തിയിട്ട് എന്താ സംഭവം നല്ല കറക്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ടിപ്പു സുൽത്താനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സ്ഥലമാണ്. നമ്മൾ എന്തായാലും മൈസൂർ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഈ വ്ളോഗിൽ അങ്ങനെ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വ്ളോഗെല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യാം. മൈസൂർ വരികയാണെങ്കിൽ നമ്മളെന്തായാലും മസ്റ്റായിട്ട് കാണേണ്ട കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ സ്പോട്ടാണ് നമ്മൾ പറഞ്ഞ പോലെ ടിപ്പുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്തുണ്ട് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തോ. കൊടുത്ത് നമ്മള് വോട്ടേഴ്സ് ഐ ഡി ഇതല്ലല്ലോ, പാൻ കാർഡെല്ലാം കൊടുക്കല്ലേ. ಗೊತ್ತಿರೋರಿಗೆ ಕಂಪ್ಯೂಟರ್ ಅವ್ರಿಗೆ ಅದೇ ಓಕೆನೆ, ನೀವು ಹೇಳಿದ್ ಕರೆಕ್ಟ್, ಇಲ್ಲ ಅಂತ ನಾನು ಹೇಳಲ್ಲ. ಕಂಪ್ಯೂಟರ್ ಇರೋದಾ ಸರ್ ಇದು? ನಾವು ಕಂಪ್ಯೂಟರ್ ಇರೋದಲ್ಲ ಇದಾಗಿದೆಯಲ್ಲ ಅಲ್ಲ. ಟಿಕೆಟ್ ಅಲ್ಲ, ಅದನ್ನು ಟಿಕೆಟ್ ഓക്കെ അല്ലേ. അത് എക്സ്ക്യൂസ് മീ, ടിക്കറ്റ് എന്തിനാണ് ചേട്ടാ? ടിക്കറ്റ് അതെ ചേട്ടാ മലയാളി നമ്മൾ ചേട്ടാ വിളിക്കണം, മസ്റ്റാ. ചേട്ടാ നമ്മള് മലയാളീസ് അല്ലേ? വണ്ടേ ഒരു ദിവസം മതി. പാലസ് അല്ലേ, ടിപ്പുവിൻ്റെ പാലസ് അല്ലേ? ഞാൻ വ്ളോഗിൽ ഇത് പറഞ്ഞില്ല എങ്ങോട്ടാ വന്നത്. ടിപ്പു സുൽത്താൻ അമർ പാലസ് അല്ലേ? സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ല എങ്ങോട്ടേക്കാണല്ലേന്നല്ലേ, സർപ്രൈസ് ആക്കിയതാണ്. അപ്പോൾ ടിപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലം എന്താ പറയുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് പാലസ്. ഓ ഇതാ ഇവിടെ ഫറൂസ്, ഇവിടെ വ്യൂ കണ്ടിട്ട് പോവാ. അതാ ഇതെന്ത് പാലസാ? ഇത്രേ ഉള്ളൂ അല്ലേ? അല്ല ഈ ഔട്ടറിന്ന് കണ്ടിട്ട് പോവാം. എന്ത് ദാരിയ ദൗലത്ത് ബാഗല്ലേ? ടിപ്പുവിൻ്റെ പാലസ് അല്ലേ? ഞാൻ ഉള്ളിൽ കയറാം, ഉള്ളിട്ട് പോവാ. ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വ്ളോഗിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വാ സോറി. അല്ല ഒരു സെപ്പറേറ്റ് ഉണ്ട്, അതുകൊണ്ട് കാണിച്ചാ. ഇത് എൻ്റെ ടിക്കറ്റ്, ഇത് നിങ്ങളുടെ ടിക്കറ്റ്, ഇത് ഫിദുവിൻ്റെ, ഇത് ഉമ്മാൻ്റെ, പാപ്പാൻ്റെ. കാണിച്ചു കൊടുക്കാമല്ലോ, എല്ലാം ഓൺലൈൻ ആയതിൻ്റെ സുഖമാണ്. ടിക്കറ്റ് കാണിച്ചു കൊടുത്ത് ഉള്ളിൽ കയറിയിട്ട് കാണാം. ഗൈഡ് വേണോ? ഗൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഫറുവിനുണ്ട് ഗൈഡായിട്ട്. നമ്മളെ ഗൈഡ് ഫറു അല്ല, പിന്നെന്താ പാപ്പ ഉണ്ട്, അതിലും വലിയ ഗൈഡ് പറയാണ്. പാപ്പല്ല നമ്മൾ ഇങ്ങോട്ടേക്ക് എന്ത് തൊടണ്ട. പിന്നെ എത്ര ആൾ ഓടുന്നുണ്ടാവും? ആ അങ്ങനെ വേണ്ടാ, വെയിലുണ്ടാവും, നല്ല വെയിലുണ്ടാവും. എത്തിയാൽ ഇത് വൈകുന്നേരം നല്ല സുഖം ഉണ്ടാവും. നല്ല കവർ ചെയ്യണ്ടേ മാക്സിമം അല്ലേ? മൈസൂർ മൊത്തം നമ്മൾ ഏകദേശം കണ്ടേ. നമുക്കിനി വേണമെങ്കിൽ ഒരാഴ്ച നിൽക്കാം അല്ലേ? അടുത്തൊരു ഒരാഴ്ച നിന്നിട്ട് അന്യ മൈസൂർ വേണ്ട, നമുക്ക് ബാംഗ്ലൂർ പിടിക്കാം, അടിച്ചു പൊളിച്ചു പോകണല്ലേ. അത്രേ ഉള്ളൂ. ഇത് ഫോട്ടോ എന്ത് ചെയ്യുന്നത്? ഫോട്ടോ എടുക്കുന്നത് കാരണം അനങ്ങിക്കില്ല, ഫുള്ളായിട്ട് എടുക്കുന്നത്. ചെമ്പരത്തി അല്ലല്ലോ ഇത്? ഇത് മറ്റേ ചെമ്പരത്തി അല്ല, ഇത് മറ്റേതാ. എന്താ പറയാ? ചെമ്പരത്തി പോയി മാലയിട്ട് ഉണ്ടാവില്ല, നമ്മള് ഓണത്തിന് വെക്കുന്ന നല്ല മണങ്ങളെ ചെമ്പരത്തി. അത് ചെമ്പരത്തി എന്ന് പറയുന്നത്. ചെമ്പരത്തി അല്ല, ചെട്ടിയാ എന്തോ പറയാ, എന്തൊരു മല്ലിക പോലത്തെ സാധന. ഞങ്ങൾ ഇതിൽ നോക്കിയാ ക്യാമറയിൽ നോക്കണ്ട, സൂമായിട്ട്. ഇത് മറ്റേ ചെമ്പരത്തി അല്ല, എന്താ എനിക്കറിയില്ല. ഉമ്മ ഇതാടാ വാങ്ങുവാ. ഇതെന്താ നിങ്ങൾ പറഞ്ഞേ?
മല്ലിക ചെട്ടിപ്പൂവാ മല്ലിക മല്ലിക ചെറുതല്ല എനിക്ക് കൺഫ്യൂഷനാണ് ചെട്ടിപ്പൂ ആ സൈഡിൽ ഇത് റോസാപ്പൂ അല്ല ഇത് റോസല്ല ഇതെല്ലാം വേറെ വേറെ മോഡലാ ഇത് റോസല്ല അത് മറ്റേതാ പനീറല്ല നല്ലുണ്ട് പനീറല്ല നോക്കി ക്യാമറയിലൊക്കെ എന്താ ഇത് എടുക്കണോ ഇത് രസമല്ലേ നോക്കിയാ ഇങ്ങനെ നോക്കി നോക്കിയാ എന്ത് രസ അയ്യോ ഇത് പുരക്കിങ്ങനെ ആക്കണം അല്ലേ പക്ഷേ എൻ്റെ കാലാവസ്ഥ അല്ല തണുപ്പ് നമ്മളാണ് നിൽക്കൂല ചിലപ്പോൾ മണ്ണ് സ്ഥിരമായിട്ട് ഒരു ഇതായി കൊടുക്കുന്നില്ല തണുപ്പും വേണ്ട ഇവിടെ അങ്ങനത്തെ കാലാവസ്ഥയല്ലേ അതിങ്ങൾ ഫുള്ള് പൂക്കൾ നോക്കിയാ അടിപൊളിയാ ഇത് രണ്ടേ ഉള്ളൂ അല്ലേ എന്താ ഇത്താ ഏട്ടത്തി അനിയത്തിയും വരുന്ന ആടിപ്പാടി വരുന്നുണ്ട് വാ നമുക്ക് അങ്ങ് നടന്നു നോക്കാം വാ വെയിൽ വരുന്നതിന് മുമ്പ് മാക്സിമം. ഇതാണ് നമ്മളെ ദാരിയ ദൗലത്ത് ബാഗ് ടിപ്പു സുൽത്താൻ പാലസ് എന്നാണ് പറയുക പക്ഷെ ഒഫീഷ്യൽ നെയിം ദാരിയ ദൗലത്ത് ബാഗ് പിന്നെ സമർ പാലസ് എന്നും കൂടി പറയും ഇതിന് പിന്നെന്താ ഗാർഡൻ ഓഫ് വെൽത്ത് അതാണ് മെയിൻ എന്താണ് ദാരിയ ദൗലത്ത് ബാഗ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് 1784 ഉണ്ടാക്കിയ സാധനം പാലസാണ് ഉണ്ടാക്കിയ പാലസാണ് പിന്നെ മോസ്റ്റ്ലി ഇവിടെ തേക്ക് മരം കൊണ്ടാണ് സാധനമൊക്കെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് കേട്ടത് നോക്കാം നമ്മൾ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ച് കാണുന്നുണ്ട് ഓരോന്ന് നമ്മൾ നേരെ ഇനി പാലസിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് അതാണ് പാലസിൻ്റെ ഗേറ്റ് വരുന്നത് അവിടെ നമ്മളിങ്ങനെ കയറി നടന്നത് കുറച്ച് നടക്കാറുണ്ട് പാലസിൻ്റെ ഉള്ളിൽ എന്താ ഫുള്ള് ചിത്രങ്ങളും ഫ്ലവേഴ്സിൻ്റെതും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആണ് പിന്നെ പണ്ടത്തെ ടിപ്പുവിൻ്റെ വാളും പരിചയം അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഒന്നും അറിയില്ല നമുക്ക് കയറിയിട്ട് നോക്കാം ഉപ്പാപ്പ പറഞ്ഞതിൻ്റെ ആ ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത് കണ്ടിട്ട് നമുക്ക് നോക്കാം അങ്ങനെ മഴ പൊടിഞ്ഞ് തുടങ്ങുന്നുണ്ട് നല്ല കാലാവസ്ഥ ഇപ്പോൾ സമയം 2:30 ആയിട്ടേ ഉള്ളൂ ചെറുങ്ങനെ മഴ പൊടിഞ്ഞ് തുടങ്ങുന്നുണ്ട് പിന്നെ വെയിലില്ല നല്ല നടക്കാനൊക്കെ നല്ല കാലാവസ്ഥ ഇപ്പോൾ ഉള്ളത് പിന്നെ രാവിലെ 9 മണിക്ക് ഓപ്പൺ ആയാൽ 5:30 വരെ ഉണ്ട് ഇത് 5:30 വരെ വൈകുന്നേരം 5:30 വരെ ഓപ്പൺ ആയിരിക്കും പിന്നെ അഡൽട്ട്സിന് 20 ഇവിടെ ടിക്കറ്റ് വരുന്നത് എൻട്രി ടിക്കറ്റ് പിന്നെ ചിൽഡ്രന് പൈസ ഒന്നുമില്ല ഫ്രീ ആണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ അടുത്ത് എവിടെയോ ആണ് ടിപ്പുവിൻ്റെയും ഉപ്പാനുമാനൊക്കെ അടക്കിയ സ്ഥലവും ഇവിടെ അടുത്ത് എവിടെയോ ആണെന്നാണ് പറയുന്നത് അത് നമുക്ക് കാണാൻ പോയിട്ട് അപ്പോൾ നമുക്കിനി പാലസിൻ്റെ ഉള്ളിലുള്ളത് കാണാം മൈസൂർ ടൗണിൽ നിന്നൊരു 15 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടത്തേക്ക് ഈ പാലസിലേക്ക് മെയിൻ മൈസൂർ സിറ്റിയിൽ നിന്ന് ഇവിടെ സ്കാൻ ചെയ്തിട്ട് ഇവരൊരു QR കോഡ് വരെ സ്കാൻ ചെയ്ത് നമ്മൾ ഫോണിൽ തന്നെ എടുക്കാൻ വേണ്ടത് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അപ്പോൾ വരുന്ന ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് നോർമലി ക്യാഷ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല ഫോണിൽ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് പാൻ കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ID കാർഡ് കൊടുത്തിട്ട് വേണം ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് നോർമലി നമ്മൾ ക്യാഷ് എടുത്ത് ടിക്കറ്റ് എടുക്കുന്ന പോലെയല്ല പീരങ്കി പീരങ്കിയുടെ അടുത്ത് നിന്നുകൊണ്ട് ഉമ്മയും മരുമകനും ഇത് കല്ലാണ് ഫോട്ടോ ഗൈസ് നമുക്ക് ഉള്ളിൽ കയറാം
ഇതെല്ലാം പെയിൻറ്റിങ് കേട്ടോ, വാൾ പെയിൻറ്റിങ്. ഇതെല്ലാം അല്ല ഇതിൽ പെയിൻറ്റ് ഇതാക്കിയുണ്ട്. എവിടെ ഇതിൻ്റെ മാപ്പ് ഇതാ, ഗൈഡ് മാപ്പ്. അത് ടിപ്പു സുൽത്താനാണ്. അതൊന്നല്ല ടിപ്പു സുൽത്താൻ ഇതാണ് ഇതിൻ്റെ മാപ്പ് വരുന്നത്. മൂപ്പരല്ലേ എഴുതിട്ട് പോകുന്നത്, അല്ലാണ്ട് അതൊന്നുമല്ല. അത് വേറെ ആളാ. ഇതാ മൂപ്പര്. വേറെ നോക്കി ആണെന്ന് ഇത് തുപ്പിക്കളിച്ച സ്ഥലമായിരിക്കും. ടൈറ്റാനിക് തുപ്പുന്ന പോലെ ആറും ടിപ്പും വൈഫും. ടിപ്പു സുൽത്താനിലൂടെ എത്തി. അടിപൊളി. വർക്ക് ആലോചിക്കുക. ടിപ്പു സുൽത്താൻ ഉള്ള സമയത്തുള്ള ഫർണിച്ചറാണ്. ഉള്ള സമയത്തുള്ള ഫർണിച്ചറാണ്. അത്ര കാലം മുമ്പുള്ള ആ കാലിൻ്റെ ഓക്കെ. അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു. അടിപൊളി. ഇതെല്ലാം എത്ര വർഷം മുമ്പല്ലേ? Please don't use tripod and selfie sticks. This many silence. Silence ഒന്നുമില്ല മക്കളെ, ഫുൾ ഒച്ചപ്പാടാണ്. കുട്ടികൾ മെഡൽ ബ്രിട്ടീഷ് അതേപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ നേരത്തെ കണ്ട നമ്മളെ ടിപ്പുവിൻ്റെ ഫർണിച്ചേഴ്സ്, ടിപ്പു യൂസ് ചെയ്ത ഫർണിച്ചർ കാര്യങ്ങൾ, ടിപ്പു സുൽത്താൻ ഉണ്ടായ കാലത്തെ ഉള്ള ഫർണിച്ചേഴ്സാണ്. പിന്നെ ഇവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. നൈസ്. ഓ, ഒരു രക്ഷയില്ല. അടിപൊളി. സമ്മർ പാലസ് ഓഫ് ടിപ്പു. പ്ലീസ് ഡോണ്ട് ടച്ച് ദ വാൾ പെയിൻറ്റിങ്സ്. തുടരുതെന്നാണ് പറഞ്ഞത്. എല്ലാം പോയി. പക്ഷെ കുറേ കാലമായില്ലേ. ലൈറ്റ് ഓഫ് ആക്കിയാണല്ലോ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഹൈദറിൻ്റെ ലോണ്ട്രി. ഓ, ഇവിടെയാണ് ടിപ്പു സുൽത്താൻ്റെ വാളും ബാക്കി കാര്യങ്ങൾ, തോക്ക്. ഓ മൈ ഗോഡ്. ഏതാ കണ്ണ്? ബ്ലണ്ടർ ബസ് ഗൺ. രക്ഷയില്ല. ഇതിലൊക്കെ എത്ര ആൾക്കാർ വടിയായിക്കുണ്ടാവും കുറച്ചാണ്. ഓ, മസിൽ ലോഡിങ് കൺ. നമുക്കൊന്ന് കെട്ടിക്കണ്ടി കെട്ടൽ തന്നെ ആയിരിക്കും. അടിപൊളി. വാങ്ങിക്കല്ലേ ഇത്? നിങ്ങൾ ഗൈഡാണോ? എന്താണ് ഏഴാമത്തെ മോനോ? നമ്മളെ ഒന്നാമത്തെ മോനെ കണ്ടിട്ടില്ല. ഇത് 7, 6 അങ്ങനെ നമുക്കൊന്ന് ആ ഓർഡറിൽ പോവാം. മലയാളി. ഓ, 7, 6ാമത്തെ മോന് സുബാൻ സാഹിബ്, യാസിൻ സാഹിബ്. ഇതാരാ? സുൽത്താൻ മൊഹീദ്ദീൻ. മൈസുദ്ദീൻ. മൂന്നാമത്തെ. രണ്ടാമത്തെ പോലെ എടുത്തു. രണ്ടാമത്തെ മോനാണ് അബ്ദുൽ ഖാലിഖ്. ഓ, ഒന്നാമത്തെ എടുത്തു. ഒന്നാമത്തെ അല്ലേ? ഇതാരാ?
എട്ട് മക്കളാ? ഇതാണ് ഏറ്റവും മൂത്ത മോനെ. ഓ കൊമ്പൻ മീശക്കാരൻ. ആ ഇത് കുറച്ച് ഹൈദർ. ഓ ഇതല്ലേ, ഇത് എത്ര ആൾക്കാരാ ഇതാക്കിയ വാളല്ലേ? പണ്ട് ഹനാൻ ഷാന്റെ പാൻറ്, ടിപ്പു സുൽത്താന്റെ പാൻറ്, ഹനാൻ ഷാന്റെ പാൻറ്. പെണ്ണില്ല, ആ മക്കളേ ഉള്ളൂ. ആ അമ്മയല്ല, അച്ഛൻ വാപ്പ. അല്ല എന്താണ് കാലത്ത് ബാഗി പാൻറ് ഉണ്ട്. ഇതാ ബാഗി പാൻറ്. എന്നിട്ട് പിന്നെ നൈസായിട്ട് മാറ്റി ബാഗി. ഇപ്പൊ എന്താ ഹനാൻ ഷാ നേരെ ബാഗി ജീന്. ടോപ്പ് ഉപ്പായുണ്ട്. ഇത് സിൽവറിന്റെ എടുത്തില്ലേ ബൗള്? എനിക്കൊരു കോൾ ഉണ്ട്. ഞാൻ കോള് രസാ മോനെ മൂപ്പര് സീനാട്ടാ. മൂപ്പര് വൈബ് മനുഷ്യനാ. ഇതെന്റെ അടുത്തുണ്ട്. നമ്മള് മംഗലത്തിലെ ഡാഗർ കുത്തി. പിന്നെ എത്ര ആൾക്കാരെ കുത്തി കൊന്നിട്ടുണ്ടാവും കളിച്ചൊക്കെയാ. എത്ര ആള് ഷഹീദായി, എത്ര ഷഹീദായിട്ടുണ്ടാവും മോനെ. നല്ല പച്ച ഇറച്ചിയിലൊക്കെ കയറുമ്പോഴുള്ള വേദന അടിച്ചൊക്കെയാ. ആ എങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ കളിക്കല്ലേ. മെഡല് നിങ്ങൾ കണ്ട എല്ലാവരും ആള് പറിച്ചോണ്ടറിയാം. ഓക്കെ, ഓൾമോസ്റ്റ് കവറായി. അതിന് പുറത്തേക്ക് ഇറങ്ങാം. ഇതാ ടിപ്പു സുൽത്താൻ. അല്ലാതെ ലുക്കില്ലട്ടാ. തീരെ സീനാലോ. അല്ലാന്റെ മോനെ. ടിപ്പു സുൽത്താൻ നമ്മള് അൺബോക്സ് ചെയ്യാണ്. റിവീൽ ചെയ്യും. എൻ്റെ മനസ്സിലെ ടിപ്പു ഇങ്ങനെയല്ല. ഇത് നമ്മൾ അലഞ്ചസ് പറയാൻ പോലില്ലേ അല്ലേ? എന്തായാലും നല്ല മനുഷ്യനാണ്. അവിടെ ഭീകരനല്ലേ ടിപ്പു സുൽത്താൻ്റെ? ടിപ്പു സുൽത്താൻ പ്രിൻസ്. ഞാനെന്നെ ടിപ്പു. ഇല്ല, എൻ്റെ മൂഡ് പോയി. എനിക്കിനി കാണണ്ട. എനിക്ക് രസമില്ല. ഞാൻ നല്ല മനുഷ്യനല്ല വിചാരിച്ചേ. മീശെല്ലാം വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഈ എന്താ ദർഗ ടിപ്പു സമ്മർ പാലസ്. ടിപ്പുവിൻ്റെ സമ്മർ പാലസും ബാക്കിയുള്ള മ്യൂസിയം കാര്യങ്ങളൊക്കെ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സിറ്റിലേക്ക് പോവാം. പുറത്തിറങ്ങി. ഓക്കെ, അപ്പോൾ നമ്മൾ നൈസായിട്ട് ഈ ഒരു വ്ളോഗും അങ്ങനെ എൻഡ് ചെയ്യാണ്. അപ്പോൾ മൈസൂർ വ്ളോഗ് സീരീസിൽ അടുത്ത നമ്മൾ ടിപ്പു സുൽത്താൻ്റെ മ്യൂസിയം കണ്ടു, പാലസ് കണ്ടു, കവറായി. ഇനി മൈസൂരിൽ കവർ ചെയ്യാൻ നല്ല ബാക്കിയാണ്. നോക്കട്ടെ, നമുക്ക് തപ്പിയിട്ട് ആര് പോവാത്ത സ്ഥലങ്ങളിൽ പോകണം. എല്ലാവരും ഇപ്പം പോകുന്ന സ്ഥലത്ത് പോയിട്ട് അല്ല ഫിദു അല്ലേ ഫറു? എല്ലാവരും പോകുന്ന സ്ഥലത്തല്ല പോകണ്ടേ. ആരും പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അത് നോക്കാം. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ ഇതിലെല്ലാവരും പോകുന്നത്. അത് നമുക്ക് ആരും പോവാത്ത എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാത്ത എല്ലാവരും ലൈക്ക് ചെയ്യണം. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതല്ലേ നമ്മൾ അടുത്ത ട്രിപ്പ് വന്നത് താജ്മഹൽ. ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ.